അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആഗോള വിപണിയെ പിടിച്ചുകുലുക്കുകയാണ് എങ്കിലും പല രാജ്യങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി മാറുകയാണ് എന്നാണ് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മേൽ 27% തീരുവയാണ് ഏർപ്പെടുത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. എന്നാൽ ട്രംപ് പുറത്തിറക്കിയ പട്ടികയിൽ ഇത് 26% എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഒരുപക്ഷെ ഇത് ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഗുണം ചെയ്യാനും സാധ്യതയുണ്ട്. നേരത്തെ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന താരിഫ് 17% അവിടെ നിന്നാണ് ഇപ്പോൾ 26 അതല്ലെങ്കിൽ 27 ആയി ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ അമേരിക്ക ചൈനയുടെ മേൽ 54% തീരുവയും തൊട്ടു പിന്നാലെ വിയറ്റ്നാമിനും തായ്ലൻഡിനും ബംഗ്ലാദേശിനും എല്ലാം ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയോടെയാണ് ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്കും ഇലക്ട്രോണിക് സാധനങ്ങൾക്കും എല്ലാം തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ പുതിയ വിപണി കണ്ടെത്താൻ ഒരു അവസരം ഒരുങ്ങുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ മേഖലയിലും ഇലക്ട്രോണിക്സ് മേഖലയിലും ഒക്കെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് പുതിയ സംരംഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയിൽ ലഭിക്കും എന്നുള്ളതും ഏറെ അനുഗ്രഹമായി മാറും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ബംഗ്ലാദേശിനും ചൈനയ്ക്കും എല്ലാം ഉണ്ടായ തിരിച്ചടി ഇന്ത്യക്ക് ഒരു നേട്ടമായി മാറ്റാൻ കഴിയും എന്നാണ് ഇവർ കരുതുന്നത്.